reaction of phenol with zinc dust. Phenol is converted to benzene when heated with zinc dust. ഫീനോള് സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ ബെൻസീനായിട്ട് മാറുന്നു. C6H5OH plus zinc gives benzene plus zinc oxide ZnO. Oxidation of phenols. Oxidation of phenol with chromic acid produces a conjugated diketone known as benzoquinone. Phenols acidified sodium dichromate in the presence oxidize ചെയ്താൽ ബെൻസോക്വിനോൺ എന്ന ഡൈകീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. C6H5OH in presence of sodium dichromate and sulfuric acid gives benzoquinone. Some commercially important alcohols. First one is methanol. Methanol is also known as wood spirit. It was produced by destructive distillation of wood. മെത്തനോള് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് വുഡിൽ നിന്നാണ്. അതുകൊണ്ട് മെത്തനോൾ വുഡ് സ്പിരിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടുഡേ മോസ്റ്റ് ഓഫ് ദ മെത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ catalytic hydrogenation of carbon monoxide at high pressure and temperature and in the presence of zinc oxide Cr2O3 catalyst. കാർബൺ മോണോക്സൈഡിനെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും സിങ്ക് ഓക്സൈഡ് Cr2O3 കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോജിനേറ്റ് ചെയ്താൽ മെത്തനോള് പ്രൊഡ്യൂസ് ചെയ്യുന്നു. CO plus 2H2 gives CH3OH. ഈ റിയാക്ഷൻ നടക്കുന്നത് 300 തൊട്ട് 500 അറ്റ്മോസ്ഫറിക് പ്രഷറിലും 573 തൊട്ട് 673 കെൽവിനിലും സിങ്ക് ഓക്സൈഡിൻ്റെയും Cr2O3 കാറ്റലിസ്റ്റിൻ്റെയും പ്രസൻസിലാണ്. ഈ മെത്തേഡ് വഴിയാണ് ഇപ്പോൾ മെത്തനോള് പ്രിപ്പയർ ചെയ്യുന്നത്. മെത്തനോൾ ഈസ് എ കളർലെസ് ലിക്വിഡ് and boils at 337 Kelvin. It is highly poisonous in nature. Ingestion of even small quantities of methanol can cause blindness and large quantities causes even death. മെത്തനോള് ഒരു കളർലെസ് ആയിട്ടുള്ള ലിക്വിഡാണ്. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. ചെറിയ അളവിൽ മെത്തനോൾ നമ്മുടെ ബോഡിയിലെത്തിയാൽ തന്നെ ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നു. വലിയ അളവിലാണെങ്കിൽ മരണം വരെ സംഭവിക്കുന്നു. മെത്തനോൾ ഈസ് യൂസ്ഡ് ആസ് സോൾവെന്റ് ഇൻ പെയിൻറ്റ്സ്, വാർണിഷസ് എക്സെട്ര ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫോർമാൽഡിഹൈഡ്. മെത്തനോള് പെയിൻറ്, വാർണിഷ് തുടങ്ങിയവയിൽ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. മെത്തനോളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് യൂസാണ് ഫോർമാൽഡിഹൈഡിൻ്റെ
പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും. മെത്തനോളിനെ ഓക്സിഡൈസ് ചെയ്ത് ഫോർമാൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എത്തനോൾ. കൊമേഴ്ഷ്യലി ethanol is produced by the fermentation of molasses. Molasses is the mother liquid left behind after the crystallization of sugar from sugarcane juice. ഷുഗർകെയിൻ ജ്യൂസിൽ നിന്ന് ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ലിക്വിഡിന് പറയുന്ന പേരാണ് മൊളാസസ്. ഈ മൊളാസസിനെ ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോള് കൊമേഴ്ഷ്യലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് ഈസ് ആഡഡ് ടു മൊളാസസ്. മൊളാസസിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. 2 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ സൂക്രോസിനെ ഇൻവെർട്ടേസ് എന്ന എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിനെ സൈമേസ് എന്ന എൻസൈം ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡുമാക്കി മാറ്റുന്നു. C12H22O11 plus H2O in presence of the enzyme invertase gives C6H12O6 plus C6H12O6. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസും ഒരു മോളിക്യൂൾ ഫ്രക്ടോസും ഫോം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ C6H12O6 in presence of the enzyme zymase gives C2H5OH plus carbon dioxide. ഗ്ലൂക്കോസിന് സൈമേസ് എത്തനോളും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റുന്നു. എത്തനോൾ ഈസ് എ colorless liquid with boiling point 351 Kelvin. It is used as a solvent in paint industry and in the preparation of a number of carbon compounds. മെത്തനോളിനെ പോലെ എത്തനോളും കളർലെസ് ലിക്വിഡാണ്. പെയിന്റ് ഇൻഡസ്ട്രിയിൽ സോൾവെൻ്റായും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനും എത്തനോള് യൂസ് ചെയ്യുന്നു. ദ കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ബൈ മിക്സിംഗ് ഇൻ ഇറ്റ് സം കോപ്പർ സൾഫേറ്റ് ആൻഡ് pyridine. This process is known as denaturation of alcohol. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന എത്തനോള് കുടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കോപ്പർ സൾഫേറ്റും pyridine ആഡ് ചെയ്യുന്നു. എത്തനോള് കളർലെസ് ആണ്. അതിലേക്ക് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ബ്ലൂ കളറായിട്ട് മാറുന്നു. pyridine ആഡ് ചെയ്യുമ്പോൾ എത്തനോളിന് ഫൗൾ സ്മെല്ല് കിട്ടുന്നു. അങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന എത്തനോള് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കോപ്പർ സൾഫേറ്റും pyridine ആഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ഈതേഴ്സ്. ഈതറിൻ്റെ ജനറൽ ഫോമുല ROR അല്ലെങ്കിൽ ROR- എന്നാണ്.
First, let's see preparation of ethers. First method, by dehydration of alcohols. ആൽക്കഹോൾസിനെ സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്ത് 413 കെൽവിനിൽ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ ഈതർ ഫോം ചെയ്യുന്നു. ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആൽക്കഹോളിനെ 443 കെൽവിനിലാണ് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആൽക്കീനാണ് ഫോം ചെയ്യുന്നത്. ആൽക്കഹോളിനെ 443 കെൽവിനിൽ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ പ്രോഡക്റ്റ് ആൽക്കീൻ ആയിരിക്കും. 413 കെൽവിനിലാണ് ഡീഹൈഡ്രേഷൻ നടത്തുന്നതെങ്കിൽ പ്രോഡക്റ്റ് ഈതർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. CH3CH2OH പ്ലസ് CH3CH2OH in presence of H plus or sulfuric acid at 413 Kelvin gives CH3CH2O CH2CH3 plus H2O. ഒരു എത്തനോൾ മോളിക്യൂളിലെ ഹൈഡ്രജനും അടുത്ത എത്തനോൾ മോളിക്യൂളിലെ OHും കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് പോകുന്നു. നമുക്ക് കിട്ടുന്ന ഈതർ CH3CH2O CH2CH3 ആയിരിക്കും. ഡൈ ഈഥൈൽ ഈതർ അല്ലെങ്കിൽ ഇതോക്സി ഈഥേൻ ആണ് പ്രോഡക്റ്റ്. എത്തനോളിനെ 413 കെൽവിനിൽ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതോക്സി ഈഥേൻ ആയിരിക്കും. വില്യംസൺസ് സിന്തസിസ്. ഈതർ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വില്യംസൺസ് സിന്തസിസ്. Unsymmetrical ethers can be prepared by this method. In this method, an alkyl halide is heated with sodium alkoxide. When an alkyl halide is heated with sodium alkoxide, an ether is formed. അതിൻ്റെ ജനറൽ ഇക്വേഷൻ നോക്കാം. ആൽക്കൈൽ ഹാലൈഡ് RX പ്ലസ് സോഡിയം ആൽക്കോക്സൈഡ് that is RONA gives either ROR plus NaX. Williamson synthesis involves the displacement of a halide ion from an alkyl halide by an alkoxide. വില്യംസൺ സിന്തസിസിൽ ആൽക്കൈൽ ഹാലൈഡിലെ ഹാലൈഡ് അയോണെ റീപ്ലേസ് ചെയ്ത് പകരം ആൽക്കോക്സൈഡ് ഗ്രൂപ്പ് വരുന്നു. RXലെ എക്സിനെ റീപ്ലേസ് ചെയ്ത് OR ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡിലെ ഹാലോജനും സോഡിയം ആൽക്കോക്സൈഡിലെ സോഡിയവും കമ്പൈൻ ചെയ്ത് NaX ആയിട്ട് പോകുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. CH3CH2Cl plus CH3ONA gives CH3CH2OCH3
പ്ലസ് NaCl. ആൽക്കൈൽ ഹാലൈഡിൽ ഹാലോജനെ റീപ്ലേസ് ചെയ്യുന്നു, പകരം ആൽക്കോക്സി ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡിൽ ഹാലോജനും സോഡിയം ആൽക്കോക്സൈഡിൽ സോഡിയവും കമ്പൈൻ ചെയ്ത് NaCl ആയിട്ട് ഇവിടെ റിമൂവ് ചെയ്യുന്നു. Better results are obtained if the alkyl halide is primary or secondary. either കൂടുതൽ കിട്ടുന്നത് ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആയിരിക്കുമ്പോഴോ സെക്കൻഡറി ആയിരിക്കുമ്പോഴോ ആണ്. ഒരു ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈതർ ഫോം ചെയ്യുന്നത്. ഈതർ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറിയോ അല്ലെങ്കിൽ സെക്കൻഡറിയോ ആയിരിക്കണം. When a tertiary alkyl halide is treated with a primary alkoxide, an alkene is formed. ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡും പ്രൈമറി സോഡിയം ആൽക്കോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഈതർ അല്ല ഫോം ചെയ്യുന്നത്, ഒരു ആൽക്കീനാണ് ഫോം ചെയ്യുന്നത്. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡും പ്രൈമറി ആൽക്കോക്സൈഡും റിയാക്ട് ചെയ്താൽ ആൽക്കീനാണ് ഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. CH3CBr CH3CH3 ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് CH3ONa പ്രൈമറി സോഡിയം ആൽക്കോക്സൈഡ് gives CH3 C double bond CH2 CH3 plus NaBr plus CH3OH. ഇവിടെ സോഡിയം ആൽക്കോക്സൈഡിലെ സോഡിയവും ആൽക്കൈൽ ഹാലൈഡിലെ ഹാലൈഡ് അയോണും, ഇവിടെ ബ്രോമിനാണ്, അതുകൊണ്ട് സോഡിയവും ബ്രോമിനും കമ്പൈൻ ചെയ്ത് NaBr ആയിട്ട് പോകുന്നു. സോഡിയം ആൽക്കോക്സൈഡില് ആൽക്കോക്സി ഗ്രൂപ്പ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് CH3OH ആയിട്ട് പോകുന്നു. ഈ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നത് ബീറ്റ കാർബണിൽ നിന്നായിരിക്കും. അതായത് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത ഏതെങ്കിലും കാർബൺ ആറ്റത്തിൽ നിന്നായിരിക്കും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് CH3C ഡബിൾ ബോണ്ട് CH2 CH3. ഇവിടെ 3 ബീറ്റ കാർബൺസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തു പോകുന്നു. ഈ ഹൈഡ്രജൻ ആൽക്കോക്സി ഗ്രൂപ്പുമായി കമ്പൈൻ ചെയ്ത് ആൽക്കഹോളായിട്ട് പോകുന്നു. Therefore, in the preparation of mixed ether with tertiary alkyl groups, tertiary alkoxide must be treated with primary alkyl halide. ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ഒരു ഈതർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും ടെർഷ്യറി ആൽക്കോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യണം. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡും പ്രൈമറി ആൽക്കോക്സൈഡും ആണെങ്കിൽ ആൽക്കീനാണ് ഫോം ചെയ്യുന്നത്. ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ഈതർ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറിയും സോഡിയം ആൽക്കോക്സൈഡ് ടെർഷ്യറിയുമായിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. CH3C CH3
CH3ONA പ്ലസ് CH3Br. ഇവിടെ യൂസ് ചെയ്യുന്ന സോഡിയം ആൽക്കോക്സൈഡ് ടെർഷ്യറിയും ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറിയുമാണ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഈതർ ആയിരിക്കും. CH3O CH3 പ്ലസ് NaBr. Physical properties of ethers. Ethers are highly miscible in water. Its boiling point is low compared to corresponding alcohol. ആൽക്കഹോളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈതറിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ആൽക്കഹോളിന് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കറസ്പോണ്ടിങ് ഈതേഴ്സിനേക്കാളും കൂടുതലായിരിക്കും. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഈതേഴ്സ്. ക്ലീവേജ് ഓഫ് കാർബൺ ഓക്സിജൻ ബോണ്ട് ഇൻ ഈതേഴ്സ്. ഒരു ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ROR പ്ലസ് HX gives RX പ്ലസ് ROH. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അതായത് കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് HXലെ എക്സുമായി കമ്പൈൻ ചെയ്ത് RX ആയിട്ട് മാറുന്നു. ഈതറിലെ ആൽക്കോക്സി ഗ്രൂപ്പ് അതായത് OR ഗ്രൂപ്പ് HXലെ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് ROH ആയിട്ട് മാറുന്നു. അതായത് ആൽക്കഹോളായിട്ട് മാറുന്നു. ഒരു ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈഡും ആൽക്കഹോളും ഫോം ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. C2H5OC2H5 പ്ലസ് HI gives C2H5I പ്ലസ് C2H5OH. ഒരു അൺസിമെട്രിക്കൽ ഈതർ ആണെങ്കിൽ ആ ഈതറിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അത് HIയുമായി റിയാക്ട് ചെയ്യുമ്പോൾ അയഡിൻ ജോയിൻ ചെയ്യുന്നത് അതിൽ സ്മോളർ ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. CH3OC2H5 പ്ലസ് HI gives CH3I പ്ലസ് C2H5OH. CH3OC2H5 ഒരു അൺസിമെട്രിക്കൽ ഈതർ ആണ്. പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഒരു അൺസിമെട്രിക്കൽ ഈതർ HIയുമായി റിയാക്ട് ചെയ്യുമ്പോൾ അയഡിൻ ജോയിൻ ചെയ്യുന്നത് അതിലെ സ്മോളർ ഹൈഡ്രോ കാർബൺ പാർട്ടിലായിരിക്കും. ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലും ഈഥൈലുമാണ്. അതിലെ സ്മോളർ ഹൈഡ്രോ കാർബൺ പാർട്ട് എന്ന് പറയുന്നത് മീഥൈൽ പാർട്ടാണ്. അതുകൊണ്ട് അയഡിൻ ജോയിൻ ചെയ്യുന്നത് മീഥൈൽ ഗ്രൂപ്പിലും ഹൈഡ്രജൻ ജോയിൻ ചെയ്യുന്നത് ഈഥൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3I പ്ലസ് C2H5OH. ഇനി
ടേർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പും പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പുമുള്ള ഒരു അൺസിമെട്രിക്കൽ ഈതർ ആണെങ്കിൽ അയഡിൻ ജോയിൻ ചെയ്യുന്നത് ടേർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും. ഫോർ എക്സാമ്പിൾ CH3 C CH3 CH3 O CH3 plus HI gives CH3 C I CH3 CH3 plus CH3 OH. ഇവിടെ ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പും പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പുമാണ് ഈ അൺസിമെട്രിക്കൽ ഈതറിലുള്ളത്. അങ്ങനെ ഒരു ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഈതർ ആണെങ്കിൽ അത് HIയുമായി റിയാക്ട് ചെയ്യുമ്പോൾ അയഡിൻ ജോയിൻ ചെയ്യുന്നത് ആ ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 C I CH3 CH3 പ്ലസ് CH3 OH ആയിരിക്കും. അതായത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായി റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡും ആൽക്കഹോളും ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ ഹാലൈഡ് എക്സസ് ആയിട്ട് പ്രസന്റ് ആണെങ്കിൽ ഈ ഫോം ചെയ്യുന്ന ആൽക്കഹോള് ഹൈഡ്രജൻ ഹാലൈഡുമായി റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ROH പ്ലസ് HX gives RX plus H2O. In the case of alkyl aryl ether, the alkyl carbon oxygen bond is broken and the iodine joins with the alkyl group. ഒരു ആൽക്കൈൽ ഗ്രൂപ്പും അരൈൽ ഗ്രൂപ്പുമുള്ള ഈതർ ആണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അയഡിൻ ജോയിൻ ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും. ഫോർ എക്സാമ്പിൾ C6H5OCH3. ഇവിടെയുള്ള R ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് അരൈൽ ഗ്രൂപ്പാണ്, C6H5. രണ്ടാമത്തേത് CH3 ഗ്രൂപ്പുമാണ്. ഒരു അരൈൽ ഗ്രൂപ്പും ആൽക്കൈൽ ഗ്രൂപ്പുമുള്ള ഈതർ ആണെങ്കിൽ അത് HIയുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആ ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും അയഡിൻ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് C6H5OH പ്ലസ് CH3I ആയിരിക്കും. ഫീനോളും മീഥൈൽ അയോഡൈഡുമാണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഈതേഴ്സ്. The OR group is ortho-para directing and activates the aromatic ring towards electrophilic substitution. ഈതറിലെ OR ഗ്രൂപ്പ്, that is alkoxy ഗ്രൂപ്പ്, ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. OR ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുന്ന ഗ്രൂപ്പാണ്. അതായത് റിങ്ങിൽ OR ഗ്രൂപ്പ് പ്രസൻ്റ് ആണെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് ORലെ ഓക്സിജനിൽ നിന്ന് റിങ്ങിലോട്ടായിരിക്കും.
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഓർത്തോ പാരാ പൊസിഷനിലായിരിക്കും. ഹാലോജിനേഷൻ ഓഫ് ഈതേഴ്സ്. ഈതറിൻ്റെ ഹാലോജിനേഷന് ഒരു എക്സാമ്പിൾ നോക്കാം. anisole, that is methoxybenzene, reacts with bromine in presence of acetic acid to give orthobromoanisole and parabromoanisole. Anisole, that is methoxybenzene, ബ്രോമിനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓർത്തോബ്രോമോ അനിസോളും പാരാബ്രോമോ അനിസോളുമാണ് ഫോം ചെയ്യുന്നത്. OR ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും പാരാ പൊസിഷനിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുമാണ് ഫോം ചെയ്യുന്നത്. OR ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഹാലോജിനേഷൻ നടത്തുമ്പോൾ ഹാലോജൻ അറ്റാച്ച് ചെയ്യുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമായിരിക്കും. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും അസൈലേഷനും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. C6H5OCH3 അനിസോള് അല്ലെങ്കിൽ മിതോക്സി ബെൻസീൻ മീഥാൽ ക്ലോറൈഡുമായി അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ 2-മിതോക്സി ടൊളുവിനും 4-മിതോക്സി ടൊളുവിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. OCH3 ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. OR ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണ്. മിതോക്സി ബെൻസീനിലേക്ക് മീഥൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അറ്റാച്ച് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2-മിതോക്സി ടൊളുവിനും 4-മിതോക്സി ടൊളുവിനും ആയിരിക്കും. നൈട്രേഷൻ ഓഫ് ഈതേഴ്സ്. അനിസോൾ on nitration gives 2-nitroanisole and 4-nitroanisole. അനിസോള് നൈട്രേറ്റിക് മിക്സറുമായി റിയാക്ട് ചെയ്യുമ്പോൾ 2-nitroanisole 4-nitroanisole ഫോം ചെയ്യുന്നത്.